നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു വർഷ. എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ വർഷ ഇരിക്കുക. ഒരു പക്ഷെ മെഡിസിൻ കഴിക്കാതിരിക്കുവാണെങ്കിൽ ഈ കുഞ്ഞു പോയിക്കോളോ? അങ്ങനെയാണെങ്കിൽ സമാധാനമായി. മെഡിസിൻ കഴിക്കാതിരുന്നാലോ? ഫോണിനകത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. മെഡിസിൻ കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അബോർട്ടായി പോകുമെന്ന്. അങ്ങനെ ഫോൺ എടുത്ത് സെർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും ശ്രീകാന്ത് വന്നു. ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, ഇതേ പക്ഷേ നീ ഈ മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു. പക്ഷെ മൈൻഡ് ചെയ്തില്ല. ഇത് നിന്നോടാ പറഞ്ഞ ഫോൺ എടുത്ത് മാറ്റിയിട്ട് ഈ മെഡിസിൻ കഴിക്കാനായിട്ട്. ദേ മര്യാദയ്ക്ക് പൊയ്ക്കോ ശ്രീകാന്തേ, എനിക്ക് മെഡിസിൻ ഒന്നും വേണ്ട. ആഹാ, നിനക്ക് മെഡിസിൻ വേണ്ടല്ലേ? എങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. ഇതേ രേവതി എടുത്തി എന്നും പറഞ്ഞ് അലറി വിളിച്ചു. അപ്പോഴേക്കും രേവതി ഓടി വന്നു. എന്താടാ, എന്താ കാര്യം എന്താ? അതെ, ഇവൾക്ക് മെഡിസിൻ വേണ്ടാന്ന്. മെഡിസിൻ വേണ്ടാന്നോ? അങ്ങനെ അവള് പറഞ്ഞോ? ഞാൻ കൊടുത്തിട്ട് ഇവള് സമ്മതിക്കുന്നില്ല. രേവതി എടുത്തി കൊടുക്ക്. പെട്ടെന്ന് രേവതി മെഡിസിൻ വാങ്ങി വർഷയോട് പറഞ്ഞു, വർഷേ ഇത് കഴിക്ക്. അത് പിന്നെ എടുത്തി, ഞാനല്ലേ പറയണേ, കഴിക്കില്ലേ? ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഒടുവിലെ രേവതി സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞപ്പം വർഷ മെഡിസിൻ മേടിച്ച് കഴിക്കുക. ആഹാ, അപ്പൊ നിനക്ക് രേവതി എടുത്തി മേടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ തന്നാലാ നിനക്ക് ബുദ്ധിമുട്ട്. ഇത് കേട്ടത് രേവതി നിന്നോട് ആരാ പറഞ്ഞേ മെഡിസിൻ എടുത്തു കൊടുക്കാനായിട്ട്? ഞാൻ എടുത്തു കൊടുത്തുള്ളില്ലേ മെഡിസിനൊക്കെ. അത് പിന്നെ ഏട്ടത്തി, അതെ ഞാൻ നോക്കിക്കോളാം ഇവളുടെ കാര്യങ്ങളൊന്നും. ഒക്കെ നീ നോക്കേണ്ട കാര്യമൊന്നും ഇല്ല. അല്ല ഏട്ടത്തേക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഇനി ഇപ്പൊ ശ്രുതി ഏട്ടത്തെയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെ കാര്യം എടുത്ത് നോക്കണ്ടേ? അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, എന്താ? എടാ, ശ്രുതി പ്രഗ്നന്റ് അല്ല. അല്ലെന്നോ? അതെ, നീ സച്ചേട്ടനും ശ്രുതി എല്ലാരും കൂടെ കൊണ്ടുപോകാൻ പോയില്ലേ? അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കൊണ്ട് ചെക്കപ്പ് ചെയ്യിക്കാൻ കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഇറങ്ങി ഓടി. പിന്നത്തെ കഥകൾ പറയണം. എല്ലാരും പറ്റിക്കുമായിരുന്നു അവള്. ഈ വീട്ടിൽ കയറി പറ്റാനുള്ള അവളുടെ അടവായിരുന്നത്. അപ്പോഴേക്കും വർഷ പറഞ്ഞു, ശ്രുതി എടുത്ത് കൊള്ളാലോ. ഇങ്ങോട്ടേക്ക് വരാനുള്ള അവസാന വഴി അങ്ങനെ അടച്ചു കളഞ്ഞു. അതിന്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് രേവതി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോ ശ്രീകാന്ത് പറഞ്ഞു, അപ്പൊ ഞാൻ മെഡിസിൻ തന്നാലാ നിനക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ? കാണിച്ചു തരാം. കണ്ടോ, എനിക്ക് 2 കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹം. ഒന്ന് പോരെന്ന് പറഞ്ഞു. 2 കുഞ്ഞുങ്ങൾ എനിക്ക് വേണം. എടാ, നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അവിടെ അടുത്തൊരു പില്ലോ എടുത്ത് അവനെ അടിക്കാൻ ഓങ്ങുവാണ്. ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങി ഓടി. ആ സമയം കുറച്ച് കഴിഞ്ഞപ്പോ സുധി ടെറസിന്റെ മുകളിൽ പോയി തനിച്ചിരുന്ന് മദ്യപിക്കുകയാണ്. ബിയർ കുടിച്ചോണ്ടിരിക്കുകയാണ്. ആരും എന്നോടൊപ്പം ഇല്ല. എന്റെ അനുജന്മാര് പോലും എന്നോടൊപ്പം ഇല്ല. ഞാൻ ഒറ്റയ്ക്കായി. എന്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട. എന്റെ ഭാര്യ എന്നോട് കള്ളത്തരം പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് ബിയർ കുടിച്ചോണ്ടിരിക്കുക. അപ്പോഴേക്കും ശ്രീകാന്ത് വന്നു. കൂടെ സച്ചിയും കൂടെ വന്നു. രണ്ടുപേരും കൂടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും തനിച്ചിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുക. ആഹാ, കൊള്ളാലോ എന്നോർത്തു. അപ്പോഴേക്കും സുധി അവിടെ കിടക്കുവാണ്. ഇപ്പൊ തന്നെ ഓഫായെന്ന് തോന്നേ. അപ്പോഴേക്കും സുധി പറഞ്ഞു, ഞാൻ ഓഫായിട്ടൊന്നുമില്ല. ഇതുപോലത്തെ ഒരു 5-6 കുപ്പി കുടിച്ചാലും ഞാൻ ഓഫ് ആകത്തൊന്നുമില്ല. പിന്നെ നല്ല കഥയായി. ഇപ്പൊ തന്നെ വഴവഴാന്നാ സംസാരിക്കുന്നേ. ഇനി ഇപ്പൊ ഇവിടുന്ന് എടുത്തോണ്ട് പോകേണ്ട ഗതികേടുണ്ടായിരിക്കും. അതേസമയം ശ്രീകാന്ത് പറഞ്ഞു, ഇത് പ്രശ്നമാവും തോന്നേ. സച്ചേട്ടൻ ഇരിക്കുക, നമുക്കിത് ബാക്കി കുടിച്ചു തീർക്കാം. അല്ലെങ്കിൽ സുധിയേട്ടൻ ഇത് ബാക്കി കുടിച്ച് ആകെപ്പാടെ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞു. അത് ശരിയാണല്ലോ. കാരണം ഓവറായിട്ട് ചെന്നിട്ടുണ്ട്. പിന്നെ കരച്ചിലായി ബഹളമായി ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ബാക്കി 2 കുപ്പി പൊട്ടിച്ച് കുടിക്കാനായിട്ട് തുടങ്ങി. അത് കണ്ടുകഴിഞ്ഞപ്പോ സുധി പറഞ്ഞു, എടാ എന്റെ എല്ലാം പോയടാ, അവൾ എന്നെ ചതിച്ചു. ഇത് പുത്തിരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ സുധി. അവളെ ഞാൻ അമിതമായിട്ട് വിശ്വസിച്ചു. എന്റെ ജീവിതം തല്ലിക്കെടുത്തി. എന്നോട് കള്ളത്തരം പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് സുധി ഇരുന്ന് കരയാൻ തുടങ്ങി. ഇപ്പോഴെനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? എനിക്ക് ദേഷ്യത്തെക്കാളും കൂടുതലായിട്ട് എനിക്ക് വേദനയെ തോന്നേ. അവൾ എന്നോട് ഈ ചതി ചെയ്തല്ലോ. അവളെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ശ്രീകാന്ത് പറഞ്ഞു, ശ്രുതി അടുത്തൊരു കാര്യം നേരത്തെ മനസ്സിലായതല്ലേ സുധിയേണ്ണ? എന്നിട്ട് സുധിയേണ്ണ എന്തിനാ പോയി തലവെച്ച് കൊടുത്തേ? എടാ, നിനക്കതൊക്കെ പറയാ. എന്റെ ഭാര്യ അല്ലായിരുന്നോ? ഇപ്പൊ അവളോട് എനിക്ക് ദേഷ്യമാ. എന്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴെനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അവൾ എന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്തെന്ന് അതൊക്കെ പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുധിയേട്ടൻ പറയും, അയ്യോ എനിക്ക് എന്റെ ഭാര്യ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അവൾ എന്റെ എല്ലാം ആന്നൊക്കെ പറയും. സച്ചി പറഞ്ഞു, അത് ശരിയാ, അത് 100% സത്യമായിട്ടുള്ള കാര്യം. എടാ, ഒന്ന് പോടാ അവിടുന്ന്. നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം. എന്റെ ജീവിതം പോയത്. ഞാൻ എന്റെ കുഞ്ഞിനെ എത്ര സ്വപ്നം കണ്ടാന്നറിയാവോ? എന്റെ കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന സ്വപ്നം കണ്ടു. ഒടുവിൽ എനിക്ക് കുഞ്ഞുമില്ല, ഭാര്യയില്ല, ഒന്നുമില്ല. വല്ലാത്ത കരച്ചില്. അപ്പോഴാണ് രേവതി അങ്ങോട്ട് കയറി വരുന്നത്. രേവതി നോക്കിക്കഴിഞ്ഞപ്പോ തകൃതിയായിട്ട് മദ്യപാനം നടക്കുക. ഓഹോ, അപ്പൊ അതാണല്ലേ. രേവതി പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നു. ഇപ്പൊ ഇവിടെ ഇതാ നിങ്ങളുടെ പരിപാടിയല്ലേ? അയ്യോ രേവതി, അത് പിന്നെ
അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അതെ ഞാൻ ഇവർക്കൊരു ചെലവ് കൊടുത്തില്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ ആ ചെലവിന് വേണ്ടി, ഓ അപ്പൊ ചെലവാണല്ലേ, അല്ല അപ്പൊ ഞങ്ങൾക്ക് ചെലവൊന്നുമില്ലേ, ഇനി എപ്പോഴാ അടുത്ത ചെലവ് ശ്രീകാന്തെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അടുത്ത ഇനിയിപ്പം ഉടനെ ഉണ്ടാകത്തില്ല, ഉണ്ടാകുന്ന സമയത്ത് ഇവൻ പറയും. അല്ല ആ ഡേറ്റ് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അതെന്തിനാ എടുത്തി, ആ ഡേറ്റ് അറിഞ്ഞിട്ട് അച്ഛനോടൊന്ന് പറയാനാ. അത് കേട്ടതും മൂന്നുപേരുടെ മുഖമൊക്കെ കൂടെ മാറി. ഈ സമയം സുധി ചോദിച്ചു, ഇതൊക്കെ പറയാൻ തങ്ങൾ ആരാന്ന് ചോദിച്ചു. ആ ഞാൻ ആരാന്നറിയണോ അല്ലേ, ശരി പറഞ്ഞുതരാം. അതെ എന്നെക്കാളും കൂടുതൽ പറയാൻ യോഗ്യതയുള്ള ഇവിടെ ഒരാളുണ്ട്, ഞാൻ വിളിക്കാം അയാളെന്ന് പറഞ്ഞു. അച്ഛാ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞു. അച്ഛാ അച്ഛാ അത് 2-3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആരുമില്ല. ഇവരിത് എവിടെ പോയി? 3 പേരും ആ സമയം തന്നെ സ്റ്റാൻഡ് വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം രവീന്ദ്രൻ വന്നിട്ടുണ്ടെങ്കിൽ പണിയാവും എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് 3 പേര് സ്റ്റാൻഡ് വിട്ടു. ഓഹോ, അപ്പം വേണമെങ്കിൽ ഓടിപ്പോവാനും അറിയാം. മദ്യവും ഗ്ലാസും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് അവരിറങ്ങി ഓടിയത്. പിന്നീട് രേവതി പൂവുണ്ട് കൊടുക്കാനായിട്ട് പോവണം. ഈ സമയത്ത് ആന്റണി അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആന്റണി ഒരുത്തരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ദേ പണം തന്നില്ലെങ്കിലുണ്ടല്ലോ വൈകുന്നേരം നിന്റെ വീട്ടിലേക്ക് ഞാൻ അങ്ങോട്ട് വരും, വിലപിടിപ്പായിട്ടുള്ളതെല്ലാം അവിടുന്ന് ഞാൻ അങ്ങോട്ട് തൂത്തുവാരും. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഫോണും വെച്ച് നോക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് രേവതി. അപ്പോഴേക്കും ആന്റണിയുടെ ഗുണ്ടകൾ പറഞ്ഞു, ദേ അളിയാ ദങ്ങ് നോക്കിയേ, അവളല്ലേ പോകുന്നേ, അവൾക്ക് എന്തൊരു ധൈര്യമാന്ന് നോക്കിയേ, അവളുടെ മുന്നിൽ മാത്രമല്ല അളിയൻ തോറ്റുപോയത്. അതേടാ ഞാൻ അവളുടെ മുന്നിൽ മാത്രമാണ് തോറ്റുപോയത്, പക്ഷെ എനിക്ക് ജയിക്കണം. അല്ല ചിലപ്പോഴേ ഒരു വിചാരം ഉണ്ടായിരിക്കും അവൾക്ക്, അതെ അളിയനെ തോൽപ്പിച്ചെന്നുള്ളൊരു ഭാവം ഉണ്ടായിരിക്കും. അവൾ ആ തൻ്റെ അടുത്തോട് കൂടിയിട്ടെല്ലാം നടക്കണം നോക്കിയേ, അവൾക്ക് എന്തെങ്കിലും പേടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അത് ശരിയാണല്ലോ, ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ആന്റണി പെട്ടെന്ന് ആ സ്കൂട്ടിയുടെ അടുത്തേക്ക് വന്നു. അതേസമയം രേവതി എന്ത് ചെയ്തു, പൂവൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി വന്നു. നോക്കിഞ്ഞപ്പോൾ ആന്റണി സ്കൂട്ടിയിലൊക്കെ കൈവച്ചിങ്ങനെ വലിയ ജാടയ്ക്ക് നിൽക്കുവാണ്. രേവതിയെ കണ്ടപടി ആന്റണി ചോദിച്ചു, ആ എന്തൊക്കെയുണ്ട് രേവതി മോളെ വിശേഷങ്ങൾ? ഒരുമാതിരി ആക്കിയുള്ള വർത്താനമാണ്. സുഖക്കല്ലേ നിനക്ക്? നിന്റെ ഭർത്താവ് സച്ചി എന്ത് പറയണു? അല്ല ശരത്ത് കോളേജിൽ പോകുന്നുണ്ടല്ലോ അല്ലേ, അവൻ നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ കുറെ ചോദ്യങ്ങള്. രേവതി പറഞ്ഞു, അതെ മര്യാദയ്ക്ക് കൈയെടുക്ക് എന്ന് പറഞ്ഞു. ആ അതെങ്ങനെയാ? ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെയാണോ പറയണേ? എനിക്ക് നിന്നോട് സംസാരിക്കാനൊന്നും ഇല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. രേവതി പറഞ്ഞു, മര്യാദയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാതെ കൈയെടുക്കാനാ നിന്നോട് പറഞ്ഞേ. ഓ അങ്ങനെ അങ്ങോട്ട് കൈ എടുത്തിട്ട് പെട്ടെന്ന് നീ അങ്ങോട്ട് പോവാനായിട്ടാ? അവിടെ നിക്ക്, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി. രേവതി പറഞ്ഞു, നിന്നോട് കൈ എടുക്കാനാ പറഞ്ഞേ, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി? പറഞ്ഞു തീരുവല്ല, അവന്റെ കാരണം തീർത്ത് ഒറ്റയാണ് അങ്ങോട്ട് പൊട്ടിക്കുവേണം. എടി നീ എന്നെ തല്ലിയല്ലേ? അപ്പോഴേക്കും അപ്പുറം മാറുന്ന ആന്റണിയുടെ ഗുണ്ടകൾ ഓടി വന്നു. അവന്മാരും ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം രേവതി പറഞ്ഞു, ഇത് തല്ലുക മാത്രമല്ല വേണ്ടി വന്ന് നിന്നെ കൊല്ലുകയും ചെയ്യുമെന്ന് പറഞ്ഞു. എടി എന്ന് നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആന്റണി രേവതിയെ തല്ലാൻ തുടങ്ങുമ്പോഴത്തേനും രേവതി വീണ്ടും അവന്റെ കർണം നോക്കി ഒരു 3-4 ചിനം പടപടയെന്ന് കൊടുത്തു. ഒരു നിമിഷം കണ്ണിക്കൂടി ഇരുട്ട് കയറുന്ന പോലെ ആന്റണിക്ക് തോന്നി. അപ്പോഴേക്കും അവൻ നിന്നെ കാണിച്ചു തരാടി എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേനും രേവതി കുറച്ചപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് കട്ട കൂട്ടിയിട്ടുണ്ട്, ചുടുകട്ട. രേവതി അതൊന്നും പോയി എടുക്കണം. രേവതിക്ക് പണ്ടേ ചൂടുകട്ട എക്സ്പേർട്ടാണ്. കാരണം അവൾ എറിയാനായിട്ട് ഉന്നം തെറ്റാതെ അവൾ എറിയും, തല പൊളിക്കുകയും ചെയ്യും. അങ്ങനെ ഒടുവിൽ അവള് വന്നിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് മാറി നിൽക്കടാ, അല്ല നിന്റെ തല ഞാൻ പൊളിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനങ്ങാൻ നിൽക്കുകയാണ് അവള്. നിന്നോടാ പറഞ്ഞ മാറാനായിട്ട്, നീ മാറിയില്ലെങ്കിലുണ്ടല്ലോ ഇപ്പൊ നിന്റെ തലയെ പൊളിച്ചവിടെ താഴെ ഇടും, ജീവൻ വേണം മാറിക്കോ. ഒടുവിലെ ഗത്യന്തരം ഇല്ലാതെ ആന്റണിയുടെ ഗുണ്ടകൾ ആന്റണിയെ വിളിച്ചോണ്ട് പോകണം. അപ്പൊ ആൾക്കാരൊക്കെ അത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആന്റണിക്ക് നല്ല നാണക്കേടായിപ്പോയി, ഇത്തിരി ഇല്ലാത്തൊരു പെണ്ണിന്റെ മുന്നില് ഇങ്ങനെ തോൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രേവതി കൂളായിട്ട് സ്കൂട്ടി എടുത്തോണ്ട് വീട്ടിലേക്ക് പോന്നു. അതേസമയം വർഷ സിറ്റ് ഔട്ടിൽ കൂടെ അങ്ങോട്ടും കൂടെ നടക്കുക, ആകെപ്പാ ടെൻഷനാ. ഇത് സച്ചി കണ്ടു. അപ്പോഴാണ് രേവതിയുടെ വരവ്. രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി എന്നിട്ട് പറഞ്ഞു, ഇങ്ങ് നോക്കിയേ വർഷ ഇരിക്കുന്നുണ്ടോ? വർഷയ്ക്ക് ആകെപ്പാ ടെൻഷനാ. വർഷയുടെ മനസ്സിൽ ഒരു സുഖമില്ലാന്ന് തോന്നേ. ആ അതെന്താന്ന് വെട്ടാ സച്ചിയേട്ടാ, അവൾ പ്രഗ്നന്റ് അല്ലേ, അത് അവളുടെ ഇപ്പോഴത്തെ പ്രശ്നം. അതെ അവളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഫോണിനകത്ത് എന്തെങ്കിലും നല്ലൊരു കോമഡി വീഡിയോ കാണിക്കട്ടെ എന്ന് രേവതി ചോദിച്ചു. പിന്നെ കോമഡി വീഡിയോ അതൊന്നും വേണ്ട, ഞാൻ പോയി ഒരു തമാശ പറയാമെന്ന് പറഞ്ഞു. സച്ചിയുടെ തമാശ പറയാനാ? അതെ ഞാനൊരു കാര്യം ചെയ്യാം, അവളുടെ മുന്നിൽ പോയി ചിരിക്കുക. അപ്പം നീ വന്നിട്ട് ചോദിക്കണം, എന്താ സച്ചിയുടെ ചിരിക്കണമെന്നൊക്കെ, എങ്ങനെയുണ്ട്? ശരി രേവതി സമ്മതിച്ചു. അങ്ങനെ സച്ചി വർഷയുടെ മുന്നിൽ പോയി അട്ടഹസിക്കുവാണ്. അപ്പോഴേക്കും വർഷ പേടിച്ചു പോയി. ഓ ഇതെന്താ സച്ചേട്ടാ, മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അല്ല ഞാനൊരു തമാശ ഓർത്ത് ചിരിച്ചാന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് വന്ന് രേവതി ഓർത്തു, എന്താ സച്ചേട്ടാ, സച്ചേട്ടൻ എന്താ ഇങ്ങനെ ചിരിക്കണേന്ന് ചോദിച്ചു. അല്ല രേവതി ഞാനൊരു തമാശ ഓർത്താ. തമാശ? എന്ത് തമാശ?
അതെ, ചില മനുഷ്യന്മാരുണ്ട്, എല്ലാരും പറ്റിക്കും. ചിലപ്പം ഇതേ മനുഷ്യന്മാരെ മാത്രമല്ല, ചിലപ്പോൾ അവർ മൃഗങ്ങളെ മറ്റ് ജീവജാലങ്ങളെ ഒക്കെ പറ്റിച്ചെന്നിരിക്കും. ഓ, അങ്ങനെയാണ്. പിന്നെ അതെ, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ ഈ പറ്റിപ്പേരെന്ന് പറഞ്ഞ അവൻ്റെ ഒരു ഭയങ്കര ഹോബിയായിട്ടുള്ള കാര്യമാണ്. അവൻ ഉറുമ്പിനെ പോലും പറ്റിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് സച്ചി ചിരിക്കുകയാണ്. ഉറുമ്പിനെയോ എന്ന രീതിയിൽ ബാക്കി രണ്ടുപേരും നോക്കി. അതേന്നെ, അവനൊരു ശർക്കര കൊണ്ട് ടേബിളിൽ വെച്ചു. ഈ ഉറുമ്പുകൾ എവിടെ മധുരം ഉണ്ടെങ്കിലും വരി വരിയായിട്ട് വരുമല്ലോ. അങ്ങനെ ഉറുമ്പ് ടേബിളിൽ വന്ന് കയറി. വന്നു കഴിഞ്ഞപ്പോൾ അവൻ ശർക്കരൻ്റെ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. ഉറുമ്പ് അവിടെ ചെല്ലുമ്പോഴത്തേനും ഇവൻ വീണ്ടും മാറ്റും. ഓ, അവന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ നിന്ന് അട്ടഹസിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞതും രേവതിക്കാണെങ്കിൽ ദേഷ്യ സങ്കടം വന്നു. തമാശ പറയാനെന്ന് പറഞ്ഞിട്ട് വളിച്ച കോമഡിയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പോഴേക്കും വർഷ വെച്ച്, ഇതാണോ സച്ചേന്റെ തമാശ? പിന്നല്ലാതെ ഓഹ്, ഒരു തമാശ എന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും രേവതി, എന്താ സച്ചേട്ടാ അത്? കരച്ചിൽ വരുന്ന തമാശ ആണല്ലോ. ഓ, പിന്നെ എനിക്ക് തമാശയൊക്കെ പറയാൻ അറിയാം. അതെ, എങ്കിൽ ഞാനൊരു തമാശ പറയട്ടെ എന്ന് രേവതി ചോദിച്ചു. എന്ത്? ഇന്ന് ഞാൻ പോകുന്ന വഴിക്ക് ആന്റണിയെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ എൻ്റെ മുന്നിൽ കുറച്ച് അഹങ്കാരം കാണിച്ചു. ഞാൻ ഒട്ടും മടിച്ചില്ല. അവന്റെ കർണക്കുറ്റി നോക്കി ഒരു 3-4 ജനം പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത്. എങ്ങനെയുണ്ട് എൻ്റെ തമാശ? കൊള്ളാവോന്ന് ചോദിച്ചു. സച്ചി അന്തം വിട്ട് നിൽക്കുമ്പോഴത്തേനും രേവതി അകത്തേക്ക് കയറി പോവാണ്. സച്ചിക്ക് മനസ്സിലായി ആന്റണി വീണ്ടും പണി തുടങ്ങി എന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.